ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 21 അധ്യായം 33 മുതൽ 46 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ പിടിച്ചുപറിക്കാരും ആർത്തിയുള്ളവരും കൊല്ലുന്നതിൽ വൈമനസ്യമില്ലാത്തവരുമായ എന്നാൽ വിശ്വസ്തരെന്ന് കരുതിക്കൊണ്ട് തോട്ടമുടമ ഏൽപ്പിച്ചുപോയ ജോലിക്കാരുടെ വഞ്ചന നിറഞ്ഞ അവസ്ഥയെക്കുറിച്ച് ഈശോ നൽകുന്നൊരു രേഖാചിത്രമാണിത്. ഇസ്രായേൽ ജനതയെ പരമപരിശുദ്ധനായവൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇടയന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും വഞ്ചന നിറഞ്ഞ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഈശോയുടെ കാലത്ത് പോലും ഫരിസേയ സമൂഹം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൊതിമൂത്ത് നിന്നപ്പോൾ അവരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഈശോയുടെ സംസാരമാണ് ഈ സുവിശേഷ ഭാഗം. അപ്പോൾ ഞാനും നീയും എന്തു ചെയ്യണം? അവരെ അനുകരിക്കുകയല്ല, അവരുടെ വാക്കുകളെ സ്വീകരിക്കുകയല്ല, മറിച്ച് അവരുടെ ചിന്താഗതികൾ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നതിനാൽ നിശിതമായി വിമർശിച്ച് സത്യവും നീതിയുമായ ദൈവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അവകാശിയായ ക്രിസ്തുവിനെ പോലും അവഗണിച്ച് അവനെ കൊല്ലാൻ പരിശ്രമിച്ചതിനെ യേശു പറയുന്നത് പോലെ മനുഷ്യൻ അവഗണിക്കുകയും വലിച്ചെറിയുകയും ചെയ്ത കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി മാറിയിരിക്കുന്നു. ആകെ മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ ഈ പുനർനിർമ്മിതിയിൽ നമുക്ക് പങ്കുചേരാം. നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും വിശുദ്ധപരമായി കാത്തു സൂക്ഷിക്കാൻ ദൈവം പരിശുദ്ധാത്മാവ് നമ്മെ ക്രമപ്പെടുത്തട്ടെ. ആമേൻ.